الحمد لله الذي خلق السماوات والأرض وجعل الظلمات والنور. الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا. نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه. نعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. نشهد أن لا إله إلا الله ونشهد أن محمدًا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الناس أوصيكم وإياي بتقوى الله. أعوذ بالله من الشيطان الرجيم. لا إكراه في الدين قد تبين الرشد من الغي. فمن يكفر بالطاغوت ويؤمن بالله فقد استمسك بالعروة الوثقى لا انفصام لها والله سميع عليم. صدق الله അലിയിൽ അലീം. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, ജീവിതത്തിലുടനീളം അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിക്കണമെന്ന്, തഖ്വ ഉള്ളവരായിരിക്കണമെന്ന് ഞാൻ എന്നോടെന്ന പോലെ നിങ്ങളോടും വളരെ കണിശമായി വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖികളുടെ കൂട്ടത്തിൽ, ജീവിതത്തിൽ അതീവ സൂക്ഷ്മത പാലിക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. വിശ്വവിഖ്യാതയായ സാഹിത്യകാരി കമലാ സുരയ്യയുടെ ഖബറടക്കം കഴിഞ്ഞ ദിവസം രാത്രിയിൽ അദ്ദേഹത്തിൻ്റെ മകനുമായി സംസാരിക്കുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞു, അമ്മ എപ്പോഴും പറയുമായിരുന്ന ഒരു കാര്യമുണ്ട്. വളരെ താമസിയാതെ ഇസ്ലാം ലോകം മുഴുവൻ വ്യാപിക്കും. ലോകത്തിനു മേൽ ഇസ്ലാം തണൽ വിരിക്കും. മോനെ, നീ ഇന്ന് കാണുന്ന ഇസ്ലാം അല്ല, സമാധാനത്തിൻ്റെയും സന്തോഷകരമായ സഹവർത്തിത്വത്തിൻ്റെയും ഒരു ഇസ്ലാം, അതാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം. ആ ഇസ്ലാം ലോകത്തിനു മേൽ തണൽ വിരിക്കും. മനോഹരമായ ഒരു വാചകമാണത്.
മനോഹരമായ ഒരു വാചകമാണ് എന്ന് മാത്രമല്ല, നമ്മളേവരും പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു ലോകത്തെക്കുറിച്ചുള്ള ശുഭാപ്തി വിശ്വാസവും ശുഭ സൂചന കൂടിയാണ് ആ വാചകങ്ങൾ എന്ന് പറയുന്നത്. ലോകത്ത് 100 ചില്ലാനം കോടി മുസ്ലിങ്ങളുണ്ട്. ആ മുസ്ലിങ്ങൾ ജീവിക്കുന്നത് 800 കോടി മൊത്തം മനുഷ്യരുടെ ഇടയിലാണ്. 800 കോടിയോളം വരുന്ന മനുഷ്യരിൽ ഈ 100 ചില്ലാനം കോടി മനുഷ്യരുടെ ദൗത്യം എന്താണ് എന്ന് അവർ തിരിച്ചറിയുകയും അതിനനുസൃതമായി അവർ പ്രവർത്തിക്കുകയും ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായും നാമൊക്കെ പ്രതീക്ഷിക്കുന്നത് പോലെ, ബുദ്ധിയും വിവരവുമുള്ളവർ പ്രവചിക്കുന്നത് പോലെ ഇസ്ലാം ലോകത്തിനു മേൽ തണൽ വിരിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, എന്താണ് ഇസ്ലാമിക സമൂഹത്തിന് ലോകത്ത് നിർവഹിക്കാനുള്ള ദൗത്യം? എന്താണ് മുസ്ലിം സമൂഹത്തിന്റെ ലോകത്തുള്ള നിലപാട്? ഇത് വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്. നിങ്ങൾ ഒരു ഉത്തമ സമുദായമാണ്, ജനങ്ങൾക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ട ഉത്തമ സമുദായം. ലോകം മുഴുവൻ ഇസ്ലാമിക സമൂഹത്തെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ ആക്ഷേപം ഒരു ബഹുസ്വര സമൂഹത്തിൽ ക്രിയാത്മകമായി പെരുമാറാനും ഇടപഴകുവാനും മുസ്ലിം സമൂഹത്തിന് കഴിയുന്നില്ല എന്ന ആക്ഷേപമാണ്. അവരെവിടെയെവിടെയൊക്കെയുണ്ടോ അവിടെ അവർ സമൂഹത്തിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നു, സമൂഹവുമായി കലഹിച്ചുകൊണ്ടിരിക്കുന്നു, മൊത്തം സമൂഹവുമായി പലപ്പോഴും സംഘർഷത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ പൊതുസമൂഹത്തിൽ നിന്ന് പുറംതിരിഞ്ഞു നിൽക്കുന്ന ഒരു സമൂഹം എന്നുള്ളതാണ് ഇസ്ലാമിക സമൂഹത്തെ സംബന്ധിച്ചുള്ള ഇന്നുള്ള ചിത്രമെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് അങ്ങനെയല്ല. കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്. ജനങ്ങൾക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ട, ജനങ്ങളിൽ പ്രവർത്തിക്കാൻ, അവരിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ, അവരെ ഗുണപരമായി സ്വാധീനിക്കാൻ ഇസ്ലാമിക സമൂഹത്തിന്റെ സാന്നിധ്യം അവർക്ക് മുഴുവൻ അനുഗ്രഹമായി തീരത്തക്ക വിധത്തിലുള്ള ഒരു ഉത്തമ സമുദായമാണ് മുസ്ലിങ്ങൾ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ നമ്മെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. മുസ്ലിം സമുദായം ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്നത് കൊണ്ട് എന്താണ് ഉണ്ടാകേണ്ടത്? നന്മയുടെ വ്യാപനവും തിന്മയുടെ ഉച്ചാടനവുമാണ് സംഭവിക്കേണ്ടത്. തഅ്മുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ. അപ്പോൾ മൊത്തം ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യർക്കിടയിൽ ജീവിച്ച്, അവരോട് സംവദിച്ച്, അവരോട് സഹവസിച്ച്, അവരെ ഗുണാത്മകമായി സ്വാധീനിച്ച് അവർക്ക് ഒരനുഗ്രഹമായി തീരുക എന്നുള്ളതാണ് ഇസ്ലാമിക സമൂഹത്തിന്റെ ദൗത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല വരച്ചു കാണിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ വകദാലിക ജഅൽനാകും ഉമ്മതൻ വസതൻ ലിതകൂനു ശുഹദാഅ അലന്നാസ് വയകൂന റസൂലു അലൈക്കും ഷഹീദാ. ഈ മൊത്തം ജനസമൂഹത്തിന്റെ മധ്യത്തിൽ നിന്നുകൊണ്ട് സത്യത്തിന്റെ സാക്ഷികളായി നിലകൊള്ളുക. പ്രവാചകൻ ഏതൊരു സത്യമാണോ എത്തിച്ചു തന്നിട്ടുള്ളത് ആ സത്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, ആ സത്യം പ്രയോഗവൽക്കരിച്ചുകൊണ്ട്, ആ സത്യത്തിന്റെ മനോഹരമായിട്ടുള്ള എല്ലാ വശങ്ങളും ജനശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട്
സമൂഹത്തിൽ നിലകൊള്ളുക എന്നുള്ളതാണ് മുസ്ലിം സമൂഹത്തെ കൊണ്ട് അള്ളാഹു ഉദ്ദേശിച്ചിട്ടുള്ള രണ്ടാമത്തെ ദൗത്യം. ഈ രണ്ട് ദൗത്യവും നിർവഹിച്ചുകൊണ്ട് നമ്മൾ നിലകൊള്ളുന്നതായാൽ നമ്മെ സ്വീകരിക്കാനും നമ്മെ ഉൾക്കൊള്ളാനും നമ്മിൽ നിന്ന് കാര്യങ്ങൾ കേൾക്കാനും നാം വരച്ചു കാണിക്കുന്ന വഴിയിലൂടെ സഞ്ചരിക്കുവാനും ലോകം സന്നദ്ധമാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മനുഷ്യ നാഗരികത പുരോഗമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആ പുരോഗമനത്തിന്റെ ചില ഘട്ടങ്ങളിൽ ഗോത്രങ്ങൾ തമ്മിലുള്ള സംഘട്ടനങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് രാജാക്കന്മാർ തമ്മിലുള്ള സംഘട്ടനങ്ങളായി. നാം ജീവിച്ച് തുടങ്ങിയ കാലഘട്ടത്തിൽ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള സംഘട്ടനങ്ങൾ, യുദ്ധങ്ങൾ, മഹായുദ്ധങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ആ യുദ്ധത്തിന്റെ അന്തരീക്ഷം ഇന്നും ലോകത്ത് നിലനിൽക്കുന്നുണ്ട്. പക്ഷേ എല്ലാ കാലത്തും ആ അന്തരീക്ഷം തന്നെയാണ് നിലനിൽക്കുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. യുദ്ധത്തെ പ്രോത്സാഹിപ്പിച്ചവരും യുദ്ധം കൊണ്ട് ഉപജീവനം നടത്തിക്കൊണ്ടിരിക്കുന്നവരുമായ ആളുകൾ പോലും യുദ്ധം ഞങ്ങളുടെ ലക്ഷ്യമല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്താണ് ഇന്ന് നാം ജീവിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് കൈറോ യൂണിവേഴ്സിറ്റിയുടെ ഹാളിൽ വെച്ച് നടത്തിയിട്ടുള്ള പ്രഭാഷണത്തെ മുഖവിലക്കെടുക്കാമെങ്കിൽ അദ്ദേഹം പറയുന്നത് ഇസ്ലാമുമായി ഒരു യുദ്ധം ഇനി നാം താൽപ്പര്യപ്പെടുന്നില്ല എന്നാണ്. ഒരുപക്ഷെ ഇസ്ലാമിക ലോകത്ത് നിന്നുകൊണ്ട് ഒരു പബ്ലിക് റിലേഷൻ എക്സസൈസ് ആയിരിക്കാം അദ്ദേഹം നടത്തുന്നത്. അല്ലെങ്കിൽ ഇറാഖിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും ഉണ്ടായിട്ടുള്ള വേദനാജനകമായിട്ടുള്ള പാഠങ്ങൾ പഠിച്ചുകൊണ്ടുള്ള ഒരു നിലപാടിൽ അദ്ദേഹം എത്തിച്ചേരുകയായിരിക്കാം ചെയ്യുന്നത്. അങ്ങനെയൊക്കെയാണെങ്കിലും അദ്ദേഹത്തിന്റെ വാക്കുകൾ മുഖവിലക്കെടുത്താൽ യുദ്ധത്തിൻ്റെതായ ഒരന്തരീക്ഷത്തിലേക്കല്ല ലോകം പോകാൻ ആഗ്രഹിക്കുന്നത് എന്നും സമാധാനപരമായ സഹവർത്തിത്വത്തിന്റെയും സമാധാനപരമായ സംഭാഷണത്തിന്റെയും ഒരു ലോകത്തേക്കാണ് ജനത നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നും തോന്നാവുന്ന ഒരന്തരീക്ഷം ഇന്ന് നിലനിൽക്കുന്നുണ്ട്. ആ അന്തരീക്ഷത്തെ കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഒരു ബഹുസ്വര സമൂഹത്തിൽ അള്ളാഹുവിന്റെ ദീൻ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ദീനിന്റെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സമാധാനപരമായ സഹവർത്തിത്വത്തോടുകൂടി നമ്മുടെ ഈ സമൂഹത്തിൽ നിലനിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം എന്ന് നമ്മൾ പല കാര്യങ്ങളിലും പലതരത്തിലുമുള്ള പുനർവായനകൾ നടത്തേണ്ടതായി വരും. നാം വായിച്ചിട്ടുള്ളത് തന്നെ വീണ്ടും വായിക്കേണ്ടതായി വരും. നാം ഓതിക്കൊണ്ടിരിക്കുന്ന ഖുർആൻ ഓരോ ദിവസവും ഓതിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്ന അർത്ഥവും വിശദീകരണവും വ്യത്യസ്തങ്ങളാണ്. ഇന്നലെ ഒരായത്ത് ഓതി വെച്ചിട്ടുണ്ടെങ്കിൽ, അന്ന് നമ്മൾ അതിനൊരർത്ഥം കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഇന്നലത്തെ ഒരു ദിവസത്തെ ജീവിതത്തിന് ശേഷം അതേ ആയത്ത് ഇന്ന് നാം ഓതുമ്പോൾ അതിന് തികച്ചും വ്യത്യസ്തമായ ഒരർത്ഥം നമ്മുടെ മനസ്സിൽ തന്നെ കൈവരികയാണ്. ലോകത്തെ നാം വായിച്ചറിഞ്ഞത് മുന്നിൽ വെച്ചുകൊണ്ട്, ലോകത്തെ നാം നോക്കിക്കണ്ടത് മുന്നിൽ വെച്ചുകൊണ്ട്, ലോകം നമ്മിലേൽപ്പിച്ചിട്ടുള്ള പ്രഹരങ്ങൾ കൂടി മുന്നിൽ വെച്ചുകൊണ്ട്, ലോകത്ത് നിന്ന് നാം അനുഭവിച്ചിട്ടുള്ള സന്തോഷകരമായ അനുഭവങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട്, ഇന്നലത്തേതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു വായന ഇന്നലെ വായിച്ച ഖുർആൻ ആയത്തിന് ഇന്ന് നമുക്ക് ലഭ്യമാകുന്നു എന്നുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ നാം വായിച്ചെടുക്കുമ്പോഴും ഇന്നലെ വായിച്ച അർത്ഥത്തിലല്ല ഇന്ന് നാം അത് വായിക്കുന്നത്. ഇന്നലെ വായിച്ചതിൽ നിന്ന് വ്യത്യസ്തമായ ഒരർത്ഥത്തിലാണ് നാം അത് വായിക്കുന്നത്.
വിശുദ്ധ ഖുർആനിലെ വാക്കുകൾ മാറുന്നു എന്നതിന് അർത്ഥമില്ല. വിശുദ്ധ ഖുർആൻ പരിവർത്തനത്തിന് വിധേയമാകുന്നു അതിനർത്ഥമില്ല. പ്രവാചകൻ ചര്യ പരിവർത്തനത്തിന് വിധേയമാകുന്നു എന്നും അതിനർത്ഥമില്ല. ഖുർആനും സുന്നത്തും വായിക്കുകയും പഠിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ മാറുന്നു, ആ മനുഷ്യൻ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ലോകം മാറുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ വരുമ്പോൾ നമ്മളൊരു വലിയ യാഥാർത്ഥ്യം ഉൾക്കൊള്ളണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് മനുഷ്യകുലത്തെ മുഴുവൻ സൃഷ്ടിച്ചിട്ടുള്ളത്. മനുഷ്യകുലത്തെ മുഴുവൻ സൃഷ്ടിച്ചിട്ടുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനുമുള്ള സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനുമുള്ള സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. ആ സ്വാതന്ത്ര്യം നൽകിയിട്ടുള്ളത് അല്ലാഹുവാണ്, സൃഷ്ടികർത്താവായ അല്ലാഹു. ലാ ഇക്രാഹ ഫിദ്ദീൻ ഖദ് തബയ്യന അർ-റുശ്ദു മിനൽ ഗയ്. ദീനിൽ യാതൊരു തരത്തിലുള്ള ബലപ്രയോഗവുമില്ല. അധർമ്മത്തിൽ നിന്ന് ധർമ്മം വേർതിരിഞ്ഞു നിന്നിരിക്കുന്നു. അനീതിയിൽ നിന്ന് നീതി വേർതിരിച്ച് കാണിക്കപ്പെട്ടിരിക്കുന്നു. അവിവേകത്തിൽ നിന്ന് വിവേകം മാറ്റി നിർത്തപ്പെട്ടിരിക്കുന്നു. രണ്ടും തമ്മിൽ വേർതിരിഞ്ഞ് കാണാനുള്ള ഒരവസ്ഥ സൃഷ്ടിക്കപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ആർ വിശ്വസിക്കണം ആർ വിശ്വസിക്കരുത് എന്ന് നിർബന്ധിക്കാൻ യാതൊരാൾക്കും അവകാശമില്ല എന്ന അല്ലാഹുവിന്റെ പ്രഖ്യാപനം നമ്മൾ കാണണം. ഫമൻ ശാഅ ഫൽയുമിൻ വമൻ ശാഅ ഫൽയക്ഫുർ. വിശ്വസിക്കുന്നവൻ വിശ്വസിക്കട്ടെ, വിശ്വസിക്കാതിരിക്കുന്നവൻ വിശ്വസിക്കാതിരിക്കട്ടെ, നിഷേധിക്കുന്നവൻ നിഷേധിക്കട്ടെ എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഈ വൈവിധ്യം, വിശ്വാസികളുടെയും അവിശ്വാസികളുടേതുമായ ഈ വൈവിധ്യം, ചിലപ്പോൾ വൈരുദ്ധ്യം തന്നെ അല്ലാഹു അറിയാതെ സംഭവിച്ചു പോയിട്ടുള്ളതല്ല, അല്ലാഹുവിന്റെ അറിവിൻ വട്ടത്തിൽ പെട്ടതു തന്നെയാണ്. അല്ലാഹു അത് മനസ്സിലാക്കിയിട്ടുണ്ട്, അത് അറിഞ്ഞിട്ടുണ്ട്, അതിന് കൽപ്പന പുറപ്പെടുവിച്ചിട്ടുണ്ട്. മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ തന്നെ ഈ വൈവിധ്യത്തോടുകൂടിയാണ് സൃഷ്ടിച്ചത്. വലിദാലിക ഖലഖഹും എന്ന് മനുഷ്യർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസത്തെ സംബന്ധിച്ച് പറയവേ വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, അതിനു വേണ്ടിയാണ് അവരെ സൃഷ്ടിച്ചത് എന്ന്. ലോകത്ത് വ്യത്യസ്ത ശിർഅത്തുകളും മിൻഹാജുകളുമുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ സമ്മതിക്കുന്നു. നിങ്ങളിൽ ഓരോ വിഭാഗത്തിനും ഓരോ ശിർഅത്തും ഓരോ മിൻഹാജുമുണ്ട്, ഓരോ നിയമവും ഓരോ വ്യവസ്ഥയുമുണ്ട്, ഓരോ ജീവിത സാഹചര്യങ്ങളും ജീവിതത്തിന്റെ പന്ഥാവുമുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. ഓരോരുത്തർക്കും ഓരോ ആരാധനാ രീതിയുണ്ട് എന്ന് അല്ലാഹു പറയുന്നുണ്ട്. അവരോരോരുത്തരും ആ ആരാധനാ രീതി അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. കുല്ലു ഹിസ്ബിൻ ബിമാ ലദൈഹിം ഫരിഹൂൻ. ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ സംഘവും, അത് ഗിരിജന വിഭാഗങ്ങളാണെങ്കിലും ഹരിജന വിഭാഗങ്ങളാണെങ്കിലും പ്രാകൃതമായ ഗോത്രവർഗങ്ങളാണെങ്കിലും ശരീരത്തിൽ ഒരു നൂൽബന്ധം പോലുമില്ലാതെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ജറവകളെപ്പോലുള്ള വിഭാഗങ്ങളാണെങ്കിലും കുല്ലു ഹിസ്ബിൻ ബിമാ ലദൈഹിം ഫരിഹൂൻ. ഓരോ വിഭാഗങ്ങളും അവരുടെ കയ്യിലുള്ളതിനെ സംബന്ധിച്ച് സന്തുഷ്ടരാണ് എന്നും വിശുദ്ധ ഖുർആൻ പറയുന്നു. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല അംഗീകരിച്ചിട്ടുള്ള, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അറിവിൻ വട്ടത്തിൽ പെട്ടിട്ടുള്ള കാര്യം തന്നെയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെയുള്ള ഒരു ജനസമൂഹത്തിനിടയിലാണ് നമ്മളും ജീവിക്കുന്നത്. അല്ലാഹുവിന്റെ അറിവിൻ പ്രകാരം, അവന്റെ തീരുമാനപ്രകാരം വിശ്വാസികളും അവിശ്വാസികളുമായി തീർന്നിട്ടുള്ള, വിശ്വാസികൾ തന്നെ പല കോലത്തിൽ വിഭജിക്കപ്പെട്ടിട്ടുള്ള ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത്. ആ ലോകത്ത് നമുക്ക് ചെയ്യാനുള്ള ദൗത്യം എന്താണ്? നമുക്ക് ചെയ്യാനുള്ള ദൗത്യം ആ ലോകത്തെ ശുദ്ധീകരിച്ചെടുക്കുക, ആ ലോകത്തിന്റെ മുമ്പാകെ ഇസ്ലാമിന്റെ മഹത്തായ സന്ദേശം വിളംബരം ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യുവാനുള്ള ദൗത്യം. ആ ദൗത്യം നിർവഹിക്കുവാൻ നമ്മളെല്ലാവരും ഉദ്യുക്തരായി
മുന്നോട്ട് വരേണ്ടതുണ്ട് എന്നാണ് എനിക്ക് ആദ്യമായി ഈ സന്ദർഭത്തിൽ പറയുവാനുള്ളത്. നമ്മുടെ രാജ്യത്ത് ഈ ദൗത്യം നിർവഹിക്കുമ്പോഴുണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തടസ്സം എന്താണ്? നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്നെനിക്കറിയില്ല. ഇസ്ലാമിന്റെ മനോഹരമായിട്ടുള്ള വശം ജനങ്ങളുടെ മുമ്പാകെ വയ്ക്കുമ്പോൾ ജനങ്ങൾക്ക് അത് സ്വീകരിക്കുവാനുള്ള അവരുടെ ഉള്ളിലുള്ള തടസ്സം എന്താണ്? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഏറ്റവും വലിയ തടസ്സം ഇന്ത്യൻ സമൂഹം ഒരു ജാതി ഘടനയെ ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ്. ആയിരക്കണക്കിന് വർഷങ്ങളായി അവരുടെ മനസ്സിൽ ഒരു ജാതി എന്ന സംഗതി മുദ്രണം ചെയ്യപ്പെട്ടു നിൽക്കുകയാണ്. അവരുടെ വിശ്വാസവുമായും അവരുടെ ജീവിതത്തിന്റെ വീക്ഷണവുമായും അത് അഭേദ്യമായി ബന്ധപ്പെട്ടു കിടക്കുകയാണ് ചെയ്യുന്നത്. ജാതി എന്നത് മനുഷ്യൻ എവിടെ നിന്ന് സൃഷ്ടിക്കപ്പെട്ടു എന്ന ചോദ്യത്തിന് ശിരസിൽ നിന്ന്, ഉടലിൽ നിന്ന്, തുടയിൽ നിന്ന്, കാൽപാദത്തിൽ നിന്ന് എന്ന് പറയുന്നതിലൂടെ, എന്നിട്ടും ഇന്ത്യയിലെ ജനങ്ങളെ മുഴുവൻ ഉൾക്കൊള്ളാൻ ഈ 4 ഭാഗങ്ങളിൽ നിന്ന് ജനിച്ചവർക്ക് പോലും കഴിയാതെ അതിന് താഴെയും ജനങ്ങൾ പാണ്ഡവന്മാരെന്ന പേരിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലോകം. ദൈവവിശ്വാസവുമായി അതിന് ബന്ധമുണ്ട്, പരലോക വിശ്വാസവുമായി, പുനർജന്മ വിശ്വാസവുമായി അതിനെ ബന്ധിപ്പിച്ചിരിക്കുന്നു. അങ്ങനെ ഊട്ടപ്പെട്ട ഒരു ജാതി, അതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രശ്നം, ഇസ്ലാമിക പ്രബോധനത്തിന് തടസ്സം സൃഷ്ടിക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത്. എന്തിനാണ് ജാതി ഒരു തടസ്സമായി തീരുന്നത്? ജാതി തടസ്സമായി തീരുന്നത് മറ്റൊന്നുകൊണ്ടുമല്ല, ജാതിയുടെ അടിസ്ഥാനത്തിലാണ് മതം എന്നവർ മനസ്സിലാക്കുന്നു എന്നതുകൊണ്ടാണ്. ജാതിയും മതവും ചേർത്തുകൊണ്ടാണ് അവർ മനസ്സിലാക്കുന്നത്. മനുഷ്യന് മതം ലഭ്യമാകുന്നത് ജന്മം കൊണ്ടാണ് എന്നവർ ധരിക്കുന്നു. ഒരുത്തരം ബ്രാഹ്മണനായി ജനിച്ചാൽ ബ്രാഹ്മണൻ, ക്ഷത്രിയനായി ജനിച്ചാൽ ക്ഷത്രിയൻ, ശൂദ്രനായി ജനിച്ചാൽ ശൂദ്രൻ എന്ന് പറയുന്നവരെ പോലെ ക്രൈസ്തവനായി ജനിച്ചാൽ ക്രൈസ്തവൻ, മുസ്ലിമായി ജനിച്ചാൽ മുസ്ലിം എന്നും അവർ വിശ്വസിക്കുന്നു. ജാതിയുമായി ചേർത്തു വെച്ചുകൊണ്ട് മാത്രമേ യഥാർത്ഥത്തിൽ മതത്തെ ചിന്തിക്കുവാൻ അവർക്ക് കഴിയുന്നുള്ളൂ. ആദർശമാറ്റം എന്നത് മതം മാറ്റവുമായി അവർക്ക് ബന്ധപ്പെടുത്താൻ കഴിയുന്നില്ല. ഒരു സോഷ്യലിസ്റ്റുകാരന് കമ്മ്യൂണിസ്റ്റുകാരനാകാം, ഒരു കമ്മ്യൂണിസ്റ്റുകാരന് സാമുദായികവാദിയാകാം, ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ അയാൾ കമ്മ്യൂണിസം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കെ തന്നെ മുതലാളിത്തത്തിന്റെ വാഹകനാകാം. അയാളുടെ ജീവിത സാഹചര്യത്തിൽ യാതൊരു വ്യത്യാസവും വരുന്നില്ല. അവരുടെ കുടുംബത്തിൽ നിന്ന് അയാൾ എടുത്തെറിയപ്പെടുന്നില്ല, അവരുടെ സമുദായത്തിൽ നിന്ന് അയാൾ എടുത്തെറിയപ്പെടുന്നില്ല. നിൽക്കുന്നിടത്ത് തന്നെ അയാൾ നിൽക്കുന്നു. എന്നാൽ ഒരു മുസ്ലിമിന് ഹിന്ദുവാകാൻ പറ്റില്ല, ഒരു ഹിന്ദുവിന് മുസ്ലിമാകാൻ പറ്റില്ല, ഒരു ഹിന്ദുവിനോ മുസ്ലിമിനോ ക്രൈസ്തവനോ ആകാൻ പറ്റില്ല, ക്രൈസ്തവനും ഹിന്ദുവിനും മുസ്ലിമാകാൻ പറ്റില്ല. അത് ആദർശമാറ്റം എന്നതിൽ നിന്ന് ഇന്ത്യൻ ജനതയുടെ വിചാരം അത് ഒരു ജാതി മാറ്റം ആണ് എന്ന്. അതുകൊണ്ട് ശൂദ്രയോനിയിൽ ജനിച്ചിട്ടുള്ള ഒരാൾക്ക് ബ്രാഹ്മണനാകാൻ പറ്റാത്തതുപോലെ ഹിന്ദുവായി ജനിച്ചിട്ടുള്ള ഒരാൾക്ക് മുസ്ലിമാകാനും പറ്റില്ല എന്നവർ വിചാരിക്കുന്നു. അങ്ങനെ പറ്റുന്നുവെങ്കിൽ തന്നെ ആ സമൂഹത്തിൽ നിന്ന് ഉടലോടെ പിഴുത് എടുത്തു മാറ്റപ്പെടണം എന്നുള്ള തെറ്റായ ചിന്താഗതിയിൽ അവർ ചെന്നു നിൽക്കുകയും ചെയ്യും. ഇത് പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. അതേ അവസരത്തിൽ ജാതീയമായ വൈവിധ്യങ്ങൾ എന്ന് പറയുന്നത് ഇസ്ലാമിക പ്രബോധനത്തിന്റെ ഏറ്റവും മഹത്തായ ഒരു സാധ്യതയാണ്. ഇസ്ലാം ഉൾക്കൊള്ളുന്നത് സാഹോദര്യത്തെയാണ്. എന്നാൽ ജാതീയത പ്രസാരണം ചെയ്യുന്നത്, പ്രബോധനം ചെയ്യുന്നത് ഉച്ചനീചത്വത്തെയാണ്. ഉച്ചനീചത്വത്തിന് പകരം ഇസ്ലാമിന്റെ സാഹോദര്യബോധം എന്നത് വളരെ മനോഹരമായിട്ടുള്ള ഒരാശയമാണ്.
ആ മനോഹരമായിട്ടുള്ള ആശയത്തിന്റെ പ്രബോധനം എന്നത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. പക്ഷേ ആ പ്രബോധനം സാധിച്ചു കഴിഞ്ഞാൽ പിന്നീട് ആദർശമാറ്റം വരുന്നതിന് ഏറ്റവും വലിയ തടസ്സം സൃഷ്ടിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ മനുഷ്യ മനസ്സിൽ മുദ്രണം ചെയ്യപ്പെട്ടിട്ടുള്ള ഈ ജാതീയതയാണ്. നമ്മൾ ആഗ്രഹിക്കുന്നത് ഈ ഒരവസ്ഥയെ കേരളത്തിൽ നിന്ന്, ഇന്ത്യയിൽ നിന്ന് മാറ്റിയെടുക്കണം എന്നു തന്നെയാണ്. ഇസ്ലാം എന്നത് സ്വതന്ത്രമായ ഒരാദർശമാണെന്നും ആ ആദർശം അംഗീകരിക്കുന്നവർക്ക് അത് അംഗീകരിക്കാൻ സ്വാതന്ത്ര്യമുണ്ടെന്നും ആ ആദർശത്തെ നിരാകരിക്കാൻ തീരുമാനിക്കുന്നവർക്ക് നിരാകരിക്കാൻ സ്വാതന്ത്ര്യമുണ്ട് എന്നുമുള്ള ഒരു വലിയ സന്ദേശം നമ്മുടെ രാജ്യത്ത് പ്രചരിപ്പിക്കുന്നതിലൂടെ മാത്രമേ ഇസ്ലാമിക പ്രബോധനം സുസാധ്യമായി തീരുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കും. ഒരുപക്ഷേ ഈ സന്ദർഭത്തിലാണ് ബഹുമാന്യയായ കമലാ സുരയ്യ ലോകത്തോട് വിട പറഞ്ഞു പോയത് ലോകത്തോടുള്ള ഒരു വലിയ സന്ദേശമായി, ഇന്ത്യൻ ജനതയോടുള്ള ഏറ്റവും വലിയ സന്ദേശമായി ഉയർന്നു നിന്നത് എന്ന് നാം മനസ്സിലാക്കണം. നമ്മൾ മനസ്സിലാക്കണം. അതായത് സമാധാനപരമായ സഹവർത്തിത്വത്തിന്റെ, ഏറ്റവും ക്രിയാത്മകമായിട്ടുള്ള പ്ലൂറലിസത്തിന്റെ, ബഹുസ്വരതയുടെ മികച്ച ഒരു ഉദാഹരണമാണ് കമലാ സുരയ്യയുടെ കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് കാലത്തിലധികം വന്ന ജീവിതവും അതോടൊപ്പം തന്നെ മരണത്തിന് ശേഷമുള്ള ക്രിയകളും എന്ന് നാം വായിച്ചറിയും. അതെന്തെന്ന് ചോദിച്ചാൽ, കമലാ സുരയ്യയുടെ കുടുംബം നാലപ്പാട്ട് കുടുംബമാണ്. വലിയ തറവാടാണ്. എത്രമാത്രമാണ് ഇന്ത്യൻ സംസ്കാരവുമായും കേരളീയ സംസ്കാരവുമായും ആ കുടുംബത്തിനുള്ള ബന്ധം എന്ന് നമുക്ക് ഊഹിക്കാവുന്നതാണ്. ഞങ്ങളുടെ അമ്മ ഇസ്ലാം സ്വീകരിച്ചു. അതുകൊണ്ട് അന്ത്യകർമ്മങ്ങൾ ഇസ്ലാം വഴിയാകട്ടെ എന്ന് തീരുമാനിക്കാനുള്ള അവരുടെ മനസ്സ് വളരെ വിശാലമായ ഒരു വാതിൽ തുറന്നിട്ടിട്ടുണ്ട്. അത് കേരളീയ സമൂഹത്തിന്റെ മുമ്പാകെ, ലോക സമൂഹത്തിന്റെ തന്നെ മുമ്പാകെ തുറന്നിട്ടിട്ടുള്ള ഒരു വാതിലാണ്. ഏറ്റവും മഹത്തായ ഒരു വാതിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത് അവരുടെ ഭാഗത്ത് നിന്നുണ്ടായ ഒരു സംഗതിയാണ്. അവരുടെ കുടുംബത്തിൽപ്പെട്ട ഒരു ഹൈന്ദവ പണ്ഡിതൻ, അയാൾ പറഞ്ഞ വാചകങ്ങൾ ഇങ്ങനെയാണ്: മോനെ, നീ ചെയ്തത് മഹത്തായ ഒരു ദൗത്യമാണ്. 10 വർഷമായി അമ്മയുടെ ആത്മാവ് അല്ലാഹുവുമായിട്ട് താതാത്മ്യം പ്രാപിച്ചു പോയിട്ടുണ്ട്. ഇപ്പോൾ അങ്ങനെയല്ല ചടങ്ങുകൾ നടക്കുന്നതെങ്കിൽ ആ ആത്മാവ് ഇഷ്ടപ്പെട്ട ഒന്നിൽ നിന്ന് ആ ആത്മാവിനെ വേർതിരിക്കലായിരിക്കും. പിന്നീട് ആ ആത്മാവിനൊരു ശാന്തിയും ഉണ്ടാവുകയില്ല. എന്താണോ സ്വയം തെരഞ്ഞെടുത്തത്, ആ സ്വയം തെരഞ്ഞെടുത്തതിനോടൊപ്പം ആത്മാവിനെ വീണ്ടും ജീവിക്കാൻ വിട്ടു എന്നുള്ളത് മാതാവിനോട് ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ അനുഗ്രഹമാണ് എന്ന് പറയാൻ ഒരു ഹൈന്ദവ പണ്ഡിതന് കഴിയുന്ന ഒരു വിശാലതയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത് നല്ലതാണ്. ഇത് ഒരു വ്യക്തിയുടെ മാത്രം പെരുമാറ്റമായിരുന്നില്ല. മൊത്തം കേരളീയ സമൂഹം, അവരിൽ നാം വർഗീയത ആരോപിക്കുന്നു. ഇസ്ലാമിന്റെ ശത്രുക്കളാണ് എന്ന് ചിലപ്പോൾ നമ്മൾ രഹസ്യമായോ പരസ്യമായോ പ്രഭാഷണം ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ സന്ദർഭത്തിലാണ് ഈ ഒരു ഖബറടക്കം എന്ന് പറയുന്ന ചടങ്ങിനെ ഏറ്റവും മനോഹരമായി സ്വീകരിക്കാനും അതിനെ സമാധാനപരമായ സഹവർത്തിത്വത്തിന്റെ ഉജ്ജ്വല മാതൃകയായി ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനും മാധ്യമങ്ങൾ തയ്യാറായത്, അത് ആ രൂപത്തിൽ തന്നെ സ്വീകരിക്കുവാൻ ഈ രാജ്യത്തിലെ ജനങ്ങൾ തയ്യാറായത് എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇതിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാനുള്ളത് എന്താണ്? ഈ സമൂഹത്തെ സമീപിക്കേണ്ട വിധം സമീപിച്ചാൽ, അന്യതാബോധമില്ലാതെ, അകൽച്ചകളില്ലാതെ,
ഏറ്റവും സമാധാനപരമായ സഹവർത്തിത്വത്തോടുകൂടി ഈ സമൂഹത്തോട് നാം ബന്ധപ്പെടുന്നുവെങ്കിൽ ആ സമൂഹത്തിന്റെ ഹൃദയം ഇസ്ലാമിനെ നേരെയും തുറക്കാൻ സന്നദ്ധരാണ് എന്നുള്ള ഒരു സന്ദേശം നമുക്ക് ഉൾക്കൊള്ളാൻ ബാധ്യതയുണ്ട്. ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തെ പരിവർത്തിപ്പിക്കാനും നമുക്ക് ബാധ്യതയുണ്ട് എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ള കാര്യം. ഗവൺമെന്റും സാംസ്കാരിക വകുപ്പും അവർ നിൽക്കേണ്ടിടത്തു നിന്നു, ചെയ്യേണ്ടത് ചെയ്തു. ഇന്ത്യയുടെ മതേതരത്വത്തിന്റെ, ഇന്ത്യ പ്രതിനിധാനം ചെയ്യുന്ന ഒരു മതനിരപേക്ഷതയുണ്ട്. ആ മതനിരപേക്ഷതയുടെ ഉജ്ജ്വലമായ മാതൃക അവർ കാണിച്ചു. ഔദ്യോഗിക ബഹുമതികളോടുകൂടി ഖബറടക്കണം എന്ന ആഗ്രഹം ഗവൺമെന്റിനുണ്ടായി. പക്ഷേ ഖബറടക്കം എന്ന് പറയുന്ന ചടങ്ങ് മതപരമായ സ്വഭാവത്തിലേക്ക് എത്തുമ്പോൾ അതിൽ നമ്മൾ ഇടപെടേണ്ടതല്ല. അത് കുടുംബമാണ് സ്വീകരിക്കേണ്ടത്. അവരുടെ പ്രകാരമാണത് വേണ്ടത് എന്ന് വിചാരിച്ച് ഒരു വിശാലത കാണിക്കുവാൻ ഗവൺമെന്റിനും സാധ്യമായി. വിദ്യാഭ്യാസ വകുപ്പ് മതമില്ലാത്ത ജീവൻ എന്ന ഒരാശയത്തിലൂടെ മതനിരാസത്തെയാണ് ഉയർത്തിപ്പിടിച്ചിരുന്നതെങ്കിൽ അതേ നേതൃത്വത്തിൽ നടക്കുന്ന സാംസ്കാരിക വകുപ്പ് ഏറ്റവും ക്രിയാത്മകമായിട്ടുള്ള ഒരു പരസ്പര സ്നേഹത്തിന്റെയും മതങ്ങളോട് നമ്മൾ സ്വീകരിക്കേണ്ടുന്ന, ഇന്ത്യ സ്വീകരിച്ചു വരുന്ന പരമ്പരാഗതമായ രീതിയോടും മാന്യതയും നീതിയും പുലർത്തിക്കൊണ്ടാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതുതന്നെയാണ് ഒരു ഭരണകൂടത്തിന് ചെയ്യാൻ കഴിയുക ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്ത്. അതായത് ഓരോ മതവിഭാഗങ്ങൾക്കും ആ മതവിഭാഗങ്ങളുടേതായ രീതികൾ അനുഷ്ഠിച്ചുകൊണ്ട് ജീവിക്കുവാനുള്ള അവസരങ്ങൾ തുറന്നു നൽകുകയും ആ അവസരങ്ങൾ നൽകുന്നതിലൂടെയുള്ള സഹവർത്തിത്വവും സമവായവും ഉണ്ടാക്കി തീർക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഒരു മതേതര ഗവൺമെന്റിന് ചെയ്യാൻ കഴിയുക. നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് ഇതൊരു മതേതര ഗവൺമെന്റ് മാത്രം ചെയ്യുന്ന കാര്യമാണ് എന്ന്. മറിച്ച് ഒരു ഇസ്ലാമിക ഗവൺമെന്റ് ഉണ്ടായാൽ ആ ഇസ്ലാമിക ഗവൺമെന്റിനും ചെയ്യാനുള്ളത് അത് തന്നെയാണ്. ഓരോ മതവിഭാഗങ്ങൾക്കും അതത് മതവിഭാഗങ്ങളുടെ ജീവിത രീതി അനുസരിച്ചു തന്നെ ജീവിക്കാനും മരിക്കാനും മരണത്തിന് ശേഷമുള്ള കർമ്മങ്ങൾ ചെയ്യാനും അവസരം നൽകിക്കൊണ്ടുള്ള ഒരു ഇസ്ലാമിക ഗവൺമെന്റിനെ അല്ലാതെ ഏതെങ്കിലും ഒരു രീതി മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു ഗവൺമെന്റിനെ നിങ്ങൾക്ക് സങ്കല്പിക്കുവാൻ പോലും സാധ്യമല്ല. ഇസ്ലാമിന്റെ ഭാഗത്തു നിന്ന് കൂടി ചേർക്കാൻ ഞാൻ ഉദ്ദേശിക്കുകയാണ്. ഇപ്പൊ നാനാഭാഗങ്ങളിൽ നിന്നും നമ്മൾ പ്രതിനിധാനം ചെയ്യുകയും നമ്മൾ പ്രബോധനം ചെയ്യുകയും ചെയ്യുന്നതായ ഒരു അന്തരീക്ഷത്തിന്റെ സൃഷ്ടിപ്പ് നടന്നു എന്നത് വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. കമലാ സുരയ്യ ലോകത്തോട് തന്നെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചയാളായിരുന്നു. പക്ഷേ അവരുടെ മരണം ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിക്കൊണ്ടാണ് കടന്നുപോയത്. ഒരുപക്ഷേ ഗ്രന്ഥങ്ങൾ എഴുതുമായിരുന്നുവെങ്കിൽ വമ്പിച്ച ചർച്ചകൾ നടക്കാമായിരുന്ന ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങൾക്ക് മറുപടി നൽകിക്കൊണ്ട് അവർ കടന്നുപോയി. പള്ളികൾ അമുസ്ലിങ്ങൾക്ക് കയറാമോ? ശേഷക്രിയകളിൽ മറ്റുള്ളവർക്ക് പങ്കാളികളാകാമോ? എന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ടല്ലോ. ആ ചോദ്യങ്ങൾക്ക് ഗ്രന്ഥങ്ങളിലൂടെയല്ല, ഗ്രന്ഥങ്ങളിൽ അതിനൊക്കെ ഉചിതമായ മറുപടികളുണ്ട്. ആ മറുപടികൾക്കപ്പുറത്ത് നിന്നുകൊണ്ട് അനുഭവങ്ങളിലൂടെ മറുപടികൾ നൽകിക്കൊണ്ട് കടന്നുപോയി എന്നുള്ളതും സന്തോഷകരമായ ഒരു കാര്യം തന്നെയാണ്. പഠിക്കേണ്ട പാഠങ്ങൾ പഠിക്കേണ്ട സമയത്ത് പഠിക്കേണ്ട സ്വഭാവത്തിൽ പഠിക്കേണ്ടതുണ്ട് എന്നതുകൊണ്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ ഇന്നത്തെ ഖുതുബയിൽ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. ദഅവത്തിൻ്റെതായ ഇസ്ലാമിക പ്രബോധനത്തിൻ്റെതായ ഏറ്റവും വലിയ ഒരു കവാടം നമ്മുടെ മുമ്പിൽ തുറന്നു വെക്കപ്പെട്ടിരിക്കുകയാണ്. ഒരു രാജപാത വെട്ടിത്തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. ആ പാതയിലൂടെ സഞ്ചരിക്കാൻ നമുക്ക് സൗകര്യമുണ്ടോ എന്നുള്ളതാണ് ഇന്നത്തെ ഇസ്ലാം നമ്മുടെ മുമ്പാകെ ഉയർത്തുന്ന ചോദ്യം. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി പറയുന്നു, സ്നേഹിക്കുക നമ്മുടെ സഹസമുദായങ്ങളെ.
അവരുമായി ഹൃദയം തുറന്ന് ബന്ധപ്പെടുക. ഇസ്ലാമിന്റെ നന്മകളുടെ പരിമളം അവരുടെ കാതുകളിലേക്കും അവരുടെ മനസ്സുകളിലേക്കും ചെന്നെത്തട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ യഥാവിധി മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും.